UAE വരുന്ന പ്രവാസികൾ എല്ലാവരും ഒരേപോലെയാണോ? ഈ സാലറി സ്കെയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരെയും ലൈഫും ഡിഫറെൻ്റ് ആണ്. മലയാളികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ മറ്റു ദേശക്കാർ. അല്ലേ സലാമ, എന്ത് പറയുന്നത്? യഥാർത്ഥത്തിൽ മലയാളീസ് ഈ പത്തേമാരി എന്ന സിനിമയിൽ പറയുന്നത് പോലെ 7,000 ശമ്പളം കിട്ടിയാൽ 10,000 നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്, അതിൽ തന്നെ ഒരു 3,000 കടം മേടിച്ചിട്ട് അയച്ചു കൊടുക്കുന്നവരാണ് മലയാളികൾ. അതേസമയത്ത് ഇപ്പം വരുന്ന ബാക്കിയുള്ള ദേശക്കാർ, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില രാജ്യക്കാരൊക്കെ അല്ലേ, അവര് ഇവിടെ സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡിലാണ് വരുന്ന ആൾക്കാർ. അതായത് ഉണ്ടാക്കുന്ന പൈസ ഇവിടെ തീരുമാനമാണ് അതന്നെ. അപ്പോൾ അവർ ഏത് സാലറി സ്കെയിലും ജോലി എടുക്കാൻ ഇവിടെ പ്രോപ്പറായിട്ടാണ് ഉണ്ടാക്കുക. അത് കമ്പനികൾക്ക് അറിയുന്നതാണ്. പിന്നെ കമ്പനികൾ കൂടുതൽ സാലറി ചോദിക്കുന്ന ആൾക്കാരെ എടുക്കാണ്ട് പോകും, അങ്ങനത്തെ ആൾക്കാരെ എടുക്കും. ആ ഒരു മൈൻഡാണ് കമ്പനികളുള്ളത്. സലാംസ് ഒപ്പീനിയൻ. തീർച്ചയായും പലപ്പോഴും ഇപ്പോൾ കമ്പനികളൊക്കെ മലയാളീസിനെ ഇൻടേക്ക് കുറവാണ്, മലയാളീസിനെ എടുക്കുന്നത് കുറവാണ്. അതുകൊണ്ട് ബിക്കോസ് ദേ ആർ എക്സ്പെക്ടിങ് മോർ സാലറി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അല്ലേ എംപ്ലോയീസ് അവർ പരമാവധി ചീപ്പ് റേറ്റിന് എംപ്ലോയീസിന് കിട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. സോ ഏതായാലും നല്ല സാലറി വേണമെങ്കിൽ നല്ല സ്കിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല സ്കില്ലുള്ളതുകൊണ്ടാണ് മലയാളീസ് കൂടുതൽ സാലറി. യെസ്, അങ്ങനെ ഒരു അർത്ഥം.